Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET PG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of root of 0.289 divided by 0.00121. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 0.289 ആണ്. ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 zeros ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 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 അപ്പൊ ഓൾമോസ്റ്റ് 289 നമുക്ക് എന്ത് ചെയ്യും, ഡെസിമൽ ഇല്ലാതെ കിട്ടും. 289 ഡിവൈഡ് ബൈ ഇവിടെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 0 1.21 എന്നുള്ള വാല്യൂ നമുക്ക് താഴെ കിട്ടും. നമുക്കറിയാം 289 എന്ന് പറയുമ്പോൾ എത്രന്റെ സ്ക്വയർ ആണ്, 17ന്റെ സ്ക്വയർ ആണ് അല്ലെ. 121 എന്ന് പറയുന്നത് എത്രന്റെ സ്ക്വയർ ആണ്, 11ന്റെ സ്ക്വയർ ആണ്. അപ്പോ 1.21 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, 1.1 എന്ന് കൊടുക്കാൻ പറ്റും റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്. 17 ഡിവൈഡഡ് ബൈ 1.1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസറിൽ ഒന്നും തന്നെ ഡെസിമൽ ഇല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, 170 ഡിവൈഡ് ബൈ 11 ചെയ്താൽ, കാരണം നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 170 ഡിവൈഡ് ബൈ 11 ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the cost price of an item is 88% of its selling price, അപ്പോ cost price is equal to 88% of selling price. Okay, അങ്ങനെയാണെങ്കിൽ then the profit percentage will be correct to 2 decimal place. Okay, അപ്പോ ഇവിടുത്തെ profit percentage എത്ര percentage ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് CP divided by SP ratio എടുക്കാം. എത്രയാണ്, 88 divided by 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP. അപ്പൊ 100 മൈനസ് 88 എത്രയാണ്, 12 ആണ്. ഡിവൈഡഡ് ബൈ CP 88 ആണ് ഇൻറ്റു 100. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഇവിടെ 6 വന്നു, വീണ്ടും 44 വന്നു. ഓക്കെ, വീണ്ടും കട്ട് ചെയ്ത് 22 വന്നു, ഇവിടെ 3 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 300 ഡിവൈഡഡ് ബൈ 22 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 300 ഡിവൈഡഡ് ബൈ 22 എത്ര വരിക, ഓൾമോസ്റ്റ് 1 ഇൻറ്റു 22 ആണ്. ബാക്കി 80 വന്നു. 80ൽ ഓൾമോസ്റ്റ് 4 ആണല്ലേ വരിക. അപ്പോ 80ൽ ഓൾമോസ്റ്റ് എത്ര വരിക, 3 ആണ് വരിക. 3 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 66 വരും. അപ്പൊ 13 പോയിന്റ് സംതിങ് ആണ് വരിക. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bus runs at a speed of 30 km/h for first 12 minutes and at a speed of 45 km/h for next 8 minutes. The average speed of the bus for the entire journey is. അപ്പോ ഒരു ബസ് എന്ത് ചെയ്യാണ്, ആദ്യത്തെ 12 മിനിറ്റുകൾക്ക് അത് ഓൾമോസ്റ്റ് 30 km/h സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് 80 മിനിറ്റ്സിന് അതൊരു 45 km/h സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്രയാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് കേസിൽ സ്പീഡ് എത്രയാണ്, 30 ആണ്. ഇൻറ്റു ടൈം 12 ആണ്. പക്ഷെ 12 മിനിറ്റിലാണ്. അത് ഹവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 12/60 എന്ന് വിളിക്കാം അല്ലെ. അതായത് 12/60 ആവുമ്പോൾ അത് ഹവറിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും, ഇവിടെ 2 വരും. 12/2 എന്ന് പറയുമ്പോൾ 6 വന്നു. അപ്പോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണ്. ഓക്കെ, പ്ലസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ കേസിൽ എത്രയാണ് അവിടെ ഡിസ്റ്റൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഫസ്റ്റ് സ്പീഡ് വരുന്നത് 45 ആണ്. ടൈം ഞാൻ ഹവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 8/60 എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 വരും. ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 വരും. ഓക്കെ, 8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ 3 ഇൻറ്റു 2 ഇവിടെയും 6 ആണ് വരുന്നത്. ഫസ്റ്റത്തെ കേസിലെ ടൈം എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 60 ആണ്. രണ്ടാമത്തെ കേസിലെ ടൈം എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 60 ആണ്. അപ്പോൾ 6 + 6 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 12 + 8 എന്ന് പറയുന്നത് 20 ആണ്. 20 ഡിവൈഡ് ബൈ 60. ഓക്കെ, 20 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ നമുക്ക് 1/3 എന്ന് പറയാം. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 1/3 ദാറ്റ് മീൻസ് 12 ഇൻറ്റു 3 ആണ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വരിക. ദാറ്റ് മീൻസ് 36 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 36 km/h ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The sum of length, breadth and height of the cuboid അല്ലെങ്കിൽ height of a cuboid is 19 cm. നോക്കാം, length plus breadth plus height is equal to 19 cm. If the length of its longest diagonal is 11 cm. അപ്പോൾ length of longest diagonal
equal to 11 centimeter. അങ്ങനെയാണെങ്കിൽ what is its surface area? Okay, TSA ആണ് ചോദിക്കുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിക്കുന്നത്. അപ്പോ ലോങ്സ്റ്റ് ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ലോങ്സ്റ്റ് ഡയഗണൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 11 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? ഈ റൂട്ടിൽ പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ ആവും, ദാറ്റ് മീൻസ് 121 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, എന്താണ്? എൽ പ്ലസ് ബി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് 2 into LB plus BH plus LH is equal to L square plus B square plus H square എന്നാണ് ആ ഒരു ഐഡന്റിറ്റി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 121 ആണ്. അപ്പൊ ഈ ഒരു ടേം ജസ്റ്റ് നോക്കാം. ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ എന്താ? 2 into LH plus BH plus LB എന്താണ്? തീർച്ചയായിട്ടും ഒരു ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൽ പ്ലസ് ബി പ്ലസ് എച്ച് നമുക്ക് ഓൾറെഡി അറിയാം, 19 ആണ്. 19 സ്ക്വയർ എത്രയാണ്? 361 ആണ്. മൈനസ് 2 into LB plus BH plus LH, ഒക്കെ ഇവിടെ H ആണ്, is equal to 121. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, 361 minus 121 is equal to 2 into LB plus LH plus BH. ഓക്കെ, 361 നിന്ന് 100 പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 261 ആണ്. അതിൽ നിന്ന് വീണ്ടും 21 പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 240 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് ആ ഒരു ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ലോങ്സ്റ്റ് ഡയഗണൽ കാണാനുള്ള ആ ഒരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of a machine depreciates by 15% annually. അപ്പൊ ഓരോ വർഷവും കൂടുന്നിടത്തോളം ഒരു മെഷീന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? 15% കുറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റത്തെ അത് വാങ്ങിയത് ഫോർ എക്സാമ്പിൾ ആയിട്ട് 100 രൂപക്കാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇയർ കഴിയുന്ന സമയത്ത് അതെന്തായി മാറും? 85 രൂപയായിട്ട് അതിന്റെ വാല്യൂ കുറയും. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if the present value of the machine is 1,50,000, ഇപ്പോഴത്തെ വാല്യൂ 1,50,000 ആണ്. അങ്ങനെയാണെങ്കിൽ then what will be its value after 2 years? 2 വർഷത്തിന് ശേഷം അതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, 1,50,000 into, ഓക്കെ, 15% കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ശതമാനമാണ്? 85%. അങ്ങനെ എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്? 2 ഇയേഴ്സ് ആണ്. അപ്പൊ 2 ഇയേഴ്സ് 2 വട്ടം 85 into 100 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 85 ഡിവൈഡ് ബൈ 100നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക്, ഷോർട്ടസ്റ്റ് റേഷ്യോയിലേക്ക് നമുക്ക് മാറ്റാം. എത്രയാണ്? ഇവിടെ 17 വരും, ഇവിടെ 20 വരും. ഇവിടെയും സെയിം 17 ഡിവൈഡ് ബൈ 20 വരും. ഓക്കെ, ഈ ഒരു 0 നമ്മൾ വെട്ടി, ഈ ഒരു 0 ഞാൻ വെട്ടി, ഈ 2 zeros ഞാൻ വെട്ടി. അപ്പൊ ഇവിടെ ഇനി 2 0 ഉണ്ടാവില്ല. 1500 into 17 into 17 ഡിവൈഡഡ് ബൈ 4 ആണ് എന്ത് ചെയ്യുക അവിടെ ഉണ്ടാവുക. ഓക്കെ, 1500 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 750 ആണ്. 750ന്റെയും പകുതി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? 375 വരും. ഇൻറ്റു 17 into 17 289 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു വാല്യൂ എന്തായാലും അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വാല്യൂ നോക്ക്, 108,375. ഓക്കെ, അപ്പോ 9 into 5 നമ്മുടെ വാല്യൂ എത്ര വരാം? 45 ആണ് അല്ലെ ലാസ്റ്റ് വരാം. അപ്പൊ ജസ്റ്റ് നോക്കാം, നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും നോക്കാം. നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കുറെ സമയം ഒന്നും കളയണ്ട. 9 into 5 45 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ വന്നാലും 5 അല്ലേ വരിക. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ആൻസർ ആയില്ലേ, മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ. ഓക്കെ, എന്തായാലും ഈ ഒരു ആൻസർ ഒരിക്കലും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിപ്രീഷിയേറ്റിംഗ് ആണ് വരുന്നത്, വാല്യൂ താഴേക്കാണ് വരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ 1,58,000 വരാൻ, നമുക്ക് ഓൾറെഡി 1,50,000 വാല്യൂ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ലോജിക്കലായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനൊക്കെ വേണ്ടി കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. The values of m and n which satisfy the equation m minus n plus 9 is equal to 0 and m plus 3n is equal to 19 are respectively. അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ m ന്റെയും n ന്റെയും വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ്. m minus n is equal to എത്രയാണ്? ഈ പ്ലസ് 9 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -9 വന്നു. അതുപോലെ തന്നെ m plus 3n is equal to എത്ര വന്നു? 19 വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഈ ഒരു ഇക്വേഷന് ഈ ഒരു ഇക്വേഷനെ കുറക്കാണ്. m minus m എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. m minus m 0 ആണ്. അതുപോലെ തന്നെ 3n minus n എന്ന് പറയുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് എത്ര വരും? 4n വരും. 4n is equal to 19 minus -9 that means 28 വന്നു. n is equal to എത്ര വന്നു? 7 വന്നു. ഓക്കെ, n ന്റെ വാല്യൂ 7 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കോ, m minus 7 is equal to -9. അങ്ങനെയാണെങ്കിൽ m is equal to -9 plus 7 is equal to -2. അപ്പോ -2 അതുപോലെ തന്നെ 7 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആ രീതിയിൽ വരുന്നത് ഓപ്ഷൻ 4 ആണ്, -2 അതുപോലെ തന്നെ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The product of LCM and HCF of any two expression is x cube minus x square y plus xy square minus y cube. Okay, first expression is x square plus y square. അങ്ങനെയാണെങ്കിൽ second expression will be. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഒരു റിലേഷൻ അറിയണം. എന്ത് റിലേഷൻ ആണ്? ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഒരു നമ്പേഴ്സ് എക്സ് ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ നമ്പർ വൈ ആണെന്ന് വിചാരിച്ചോ. അതായത് എക്സ് ഇൻറ്റു വൈ, ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു LCM ഓഫ് എക്സ് വൈ ഇൻറ്റു HCF ഓഫ് എക്സ് വൈ. ഓക്കെ ആണല്ലോ. ഈ ഒരു റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് LCM ഇൻറ്റു HCF ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് ആണ് ഇതെന്ന് വിചാരിച്ചോ, നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വൈ ആണ്. അപ്പോ ഈ ഒരു എക്സിനോട് കൂടെ അല്ലെങ്കിൽ ഈ ഒരു ടേമിനോട് കൂടെ ഈ ആൻസറിലുള്ള ഏതോ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ലോജിക്കൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം, നമുക്ക് ആൻസറിൽ എക്സ് ക്യൂബ് കിട്ടണം അല്ലെ. അപ്പോ ഇവിടെ ഫസ്റ്റ് എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് കിട്ടും. ഒരു പോസിബിലിറ്റി തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാം. ഓക്കെ, ഓപ്ഷൻ ആയിട്ട് വെക്കാം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? അവിടെ എക്സ് ക്യൂബ് കിട്ടും. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ അവിടെ നോക്കിക്കോ, വൈ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താണ്? അവിടെ വൈ ക്യൂബ് ആണ്. പക്ഷെ ഇവിടെ പ്ലസ് വൈ ക്യൂബ് ആണ്. കാരണം രണ്ടും പോസിറ്റീവ് ആണ്. ഇവിടെ പ്ലസ് വൈ ക്യൂബ് ആണ് വരിക. നമുക്ക് ഇവിടെ ആൻസറിൽ എന്ത് കിട്ടണം? മൈനസ് വൈ ക്യൂബ് വരണം. ഈ ഒരു ആൻസർ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അവിടെ നമുക്ക് മൈനസ് വൈ ക്യൂബ് കിട്ടൂല. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷനിലോട്ട് വരാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എക്സ് റേസ് ടു 4 ആവില്ലടാ. എക്സ് റേസ് ടു 4 നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ അല്ലെങ്കിൽ ആൻസറിൽ ഉണ്ടോ? ഇല്ല. ആ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇത് നമുക്ക് ഒരു പോസിബിലിറ്റിയും ആൻസർ ആവാനില്ല. നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് തന്നെയാണ്. അപ്പൊ ഒന്നിക്ക് ഓപ്ഷൻ 1 ആവാം അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് ക്യൂബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് വൈ, ദാറ്റ് മീൻസ് മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. ഓക്കെ, ആ ഒരു ടേമും ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കിക്കോ, നെക്സ്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് വൈ, ദാറ്റ് മീൻസ് പ്ലസ് എക്സ് ക്യൂബ് വൈ ആണ്. അങ്ങനെ ഒരു ടേം അവിടെ നമുക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ടേം ഇല്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് ക്യൂബ് ആണ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് വൈ, ദാറ്റ് മീൻസ് മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. നെക്സ്റ്റ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് പ്ലസ് എക്സ് വൈ സ്ക്വയർ ആണ്. നെക്സ്റ്റ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ, ദാറ്റ് മീൻസ് മൈനസ് വൈ ക്യൂബ് ആണ്. ഈ ഒരു ടേം തന്നെയല്ലേ ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ഹൗ മെനി ടൈം വിൽ എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് അറ്റ് 7.5 സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ എപ്പോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇക്വേഷൻ എടുക്കേണ്ടത്? പി ഇൻറ്റു n, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ n തന്നെ നമുക്ക് കൊടുക്കാം. r എത്രയാണ്? 7.5 ആണ്. ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു p തന്നെയാണ് വരിക അല്ലെ. ഡബിൾ ആവുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, p ഇൻറ്റു p എന്ത് ചെയ്യും? ജസ്റ്റ് രണ്ടും കട്ടായിട്ട് പോകും. n ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 7.5, ദാറ്റ് മീൻസ് 1000 ഡിവൈഡഡ് ബൈ 75 നമുക്ക് കൊടുക്കാം. 100ൽ എത്ര? 25 ഉണ്ട്. ഓൾമോസ്റ്റ് 4 ആണ്. 75ലാണെങ്കിൽ 3 ആണ്. അപ്പൊ 40 ഡിവൈഡ് ബൈ 3 ആണ് നമ്മുടെ ആൻസർ. 40 ഡിവൈഡ് ബൈ 3. ഓക്കെ, 40 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 13 വരും. 13 ഇൻറ്റു 3 39 ആണ്. ഓക്കെ, ബാക്കി 1 റിമൈൻഡർ വരും. ഓക്കെ, 13 1/3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ 1/3 നമുക്ക് ടോട്ടൽ എത്ര മന്ത് ഉള്ളത്? ടോട്ടൽ 12 മന്ത് ഉള്ളത്. അപ്പോ നമുക്ക് അവിടെ താഴെ 12 ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും എന്ത് ചെയ്യാം? ജസ്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ 13 വർഷവും 4 മാസവും നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the sum of money which will amount to rupees 16,810. Okay, 16,810 in 6 months at the rate of 10% per annum when the interest is compounded quarterly. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? അപ്പൊ അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്. ഓക്കെ, ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും അവിടെ എന്ത് ചെയ്യും? നമ്മൾ പലിശ നിരക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, കോമ്പൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരു സ്പെസിഫിക് എമൗണ്ട് ഇൻറ്റു എത്രയാണ്? 6 മാസത്തിലാണ്. 6 മാസത്തിൽ എത്ര പ്രാവശ്യം എത്ര ക്വാർട്ടറിൽ ഉണ്ടാവും? 2 ക്വാർട്ടറിൽ ഉണ്ടാവും അല്ലെ. ഒരു 3 മാസം കഴിഞ്ഞു, അടുത്തൊരു 3 മാസം. അപ്പൊ അവിടെ ടോട്ടൽ 10% പെർ ആനം ആണ്. പെർ ആനം ആകുമ്പോൾ നമ്മൾ സെമി ആനുവൽ ആയി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹാഫ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ 5 വരും. പിന്നെ ക്വാർട്ടറിൽ ആക്കുന്ന സമയത്ത് 5ന്റെ ഹാഫ് എടുക്കും. ദാറ്റ് മീൻസ് 2.5 വരും. ഓക്കെ, 2.5 ആണ് അവിടെ വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് 102.5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 102.5 ഡിവൈഡഡ് ബൈ 100. അങ്ങനെയാണെങ്കിൽ 100ൽ എത്ര? 2.5 ഉണ്ട്. 100ൽ ഓൾമോസ്റ്റ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 41 ഉണ്ടാവും അല്ലെ. ഒരു 2.5 കൂടി എക്സ്ട്രാ വരും. ഇവിടെയും സെയിം ആയിട്ട് തന്നെ 41 ഡിവൈഡ് ബൈ 40 ഇസ് ഈക്വൽ ടു
6810 വരും. ഇപ്പൊ ജസ്റ്റ് നോക്കിക്കോ 41 into 41 x divided by 40 into 40 is equal to 1681 ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം 41 ഡിവൈഡ് ആവുമെന്നുള്ള ജസ്റ്റ് നോക്കാം. 16810 divided by 41. അപ്പോ ഇവിടെ 168 നോക്കുന്ന സമയത്ത് എത്ര വരാം? 4 ആണ്. 4 into 40 എന്ന് പറയുമ്പോൾ എത്രയാണ്? 160 ആണ്. അതിലേക്ക് ഒരു 4 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 164 ആണ്. ബാക്കി എത്ര വരും? ബാക്കി 4 വരും, 1 വരും, 0 വരും. അപ്പോ 410 എത്ര? 41 ആണ്. ഓൾമോസ്റ്റ് 10 ആണ്. അപ്പൊ 410 ഇത് രണ്ടും കൂടി കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 410 വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 41 ഈ 41 ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ എത്ര വരുന്നുണ്ട്? 10 അല്ലെ? 410 ഡിവൈഡ് ബൈ 41 എന്ന് പറയുമ്പോൾ 10. ഓക്കെ. ഇനി x is equal to ഈ ഒരു 40 into 40 എത്ര വരും? 1600 വരും. 1600 into ഇവിടെ റൈറ്റ് സൈഡിൽ ഉള്ളത് 10 ആണ്. is equal to 16000 ആൻസർ ആയിട്ട് ഓപ്ഷൻ 4 16000 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഇഫ് 8 raised to x is equal to 4 raised to y is equal to 2 raised to z. അങ്ങനെയാണെങ്കിൽ x plus 2y plus z is equal to 35, then the value of x. അപ്പോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 raised to x is equal to 4 raised to y is equal to 2 raised to z. അങ്ങനെയാണെങ്കിൽ x plus 2y plus z is equal to 35 ആണ്. x ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം. 8 raised to x is equal to 4 raised to y is equal to 2 raised to z. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 8നെ 2 ക്യൂബ് എന്ന് പറഞ്ഞൂടെ? 2 ക്യൂബ് ഹോൾ റേസ് ടു x is equal to 4 നമ്മൾ 2 സ്ക്വയർ എന്ന് വിളിക്കാണ് into y is equal to 2 raised to z. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ ഞാൻ പറയാണ് 2 raised to 3x is equal to 2 raised to 2y is equal to 2 raised to z. അങ്ങനെയാണെങ്കിൽ 3x is equal to 2y is equal to z നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. x plus 2y plus z is equal to നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് 35. ഓക്കെ. z ന്റെ പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. പ്ലസ് 2y ന്റെ പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് x. ഓക്കെ. നമുക്ക് എന്ത് ചെയ്തു? x ഓൾറെഡി നമുക്ക് x ന്റെ വാല്യൂ ആണ് കാണാനുള്ളത്. അതുകൊണ്ട് x നെ അവിടെ തന്നെ നിർത്തി. ഓക്കെ. 2y ന്റെ പകരം നമുക്ക് 3x ആണ് ഓൾറെഡി ഈക്വേഷൻ അറിയാം. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ z is equal to 3x ആണ് നമുക്കറിയാം. അതും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. is equal to 35. 7x is equal to 35. x is equal to 35 divided by 7 is equal to 5 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.